അടുപ്പൂതി ഊതി മരിക്കും. വിറകാണെങ്കിൽ കിട്ടാനുമില്ല, ഗ്യാസിനാണെങ്കിൽ ഒടുക്കത്തെ വിലയും. ഈ ദുരിതം ഒന്ന് അവസാനിച്ചേ. ആരോടായി സംസാരിക്കുന്നേ? ഇതാരാ? ശാരദയോ? കേറുക. എന്തോ പറയാനാ, സർക്കാർ അരി തരുന്നുണ്ട്. അതിനകത്ത് ഉപ്പുനീരൊഴിക്കണമെങ്കിൽ 12 രൂപ കൊടുക്കണം. ഇവിടെ ഒരുത്തിനുള്ളതാണെങ്കിൽ വൈകിട്ട് 4 കാലയിലാ വരുന്നത്. ബാറ് പൂട്ടിയെന്ന് കേട്ടപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായി. ഇപ്പൊ 10 കൂടി കൊടുത്തേക്കുന്നു. അമ്മേ, അമ്മേനെ ഇറങ്ങുവാണേ. കാശുണ്ടായിട്ടല്ല കേട്ടോ. ഉള്ള സ്കൂളെല്ലാം പൂട്ടി പോകുമ്പോഴേക്കും എന്റെ കൊച്ചിന് എന്തെങ്കിലും പഠിക്കണ്ടേടി. ഇതാവുമ്പോ വിലയുമില്ല വിഷവുമില്ല. അല്ല, നീ ഇതങ്ങോട്ടടി സഞ്ചിയൊക്കെ ആയിട്ട്. മാവേലി സ്റ്റോറും റേഷൻ കടയും ഒക്കെ പൂട്ടിക്കൊണ്ടിരിക്കുവല്ലേ. ഇപ്പൊ ടൗണിലെങ്ങാണ്ട് പുതിയ മാളോ കീഴോ അങ്ങനെ ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെങ്ങാനും ചെന്ന് എന്തേലും വാങ്ങാം. നീ പറഞ്ഞപ്പോഴാ ഞാനും ഓർത്തെ. എനിക്ക് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. നീ ഒരു 5 മിനിറ്റ് നിൽക്കുക. ഇത് കൊണ്ട് വെച്ചിട്ട് ദാ വരുന്നു. ഡീ മോളെ, നീ പോയിട്ട് വരുമ്പോഴെന്റെ പെൻഷന്റെ കാര്യം പോസ്റ്റ്മാനെ കണ്ടൊന്ന് ചോദിക്കണേ. എന്റെ അമ്മ, അതൊക്കെ 4-5 വർഷം മുമ്പ്. ഇപ്പം ബാങ്കിൽ പോയാലേ കിട്ടുള്ളൂ. ആകെ ഇച്ചിരിയാ കിട്ടുന്നത്, അത് വല്ലപ്പോഴും കൂടെ. കയ്യിലോട്ട് കിടക്കുന്നവനെയും വയ്യാതിരിക്കുന്നവനെയും ഒക്കെ എടുത്തോണ്ട് ഇനി ബാങ്കിൽ പോണം. എന്റെ മോക്ക് പഠിച്ചൊരു നേഴ്സ് ആകണമെന്ന് ആഗ്രഹം. അമ്മമ്മയൊക്കെ നോക്കാമല്ലോ. എല്ലാത്തിനും കാശ് വേണ്ടേ? തൊഴിലുറപ്പിന്റെ കൂലിയെങ്കിൽ കൃത്യമായി കിട്ടിയാൽ മതിയായിരുന്നു. അതിനിപ്പോ ലോണൊക്കെ കിട്ടത്തില്ലയോ? എന്തിനാ? എന്റെ കൊച്ചിന്റെ അച്ഛൻ തൂങ്ങി നിൽക്കുന്നത് നിനക്ക് കാണാനോ?